ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കടായി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കഴുകിയതാണ്. ഇനി അതിലേക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൊടി, ഒരു സ്പൂൺ പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകപ്പൊടി, കുറച്ച് കുരുമുളകും പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് മസാല കുഴച്ചെടുക്കട്ടെ, എന്നിട്ട് വേണം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ. കളർ കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കുഴച്ച് കൊടുക്കുക. മുട്ട നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ടൈമിൽ ഉപ്പില്ലെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം, കുറവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് വെച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം, ഒരു സവാള കട്ട് ചെയ്തത്, ചുവന്ന മുളക് ഇതിട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം, വല്ലുള്ളിയും വറ്റൽമുളകും നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ ക്യാപ്സിക്കം, വല്ലുള്ളിയും വറ്റൽമുളകും ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങളും അകവും പുറവും ഒക്കെ ഒരുപോലെ വെന്ത് വരട്ടെ. അതോടെ നമുക്ക് ഗ്യാസ് സിമ്മിലിട്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്.
അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതും കൂടി എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. മുഴുവനായും എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ഈ എണ്ണ തന്നെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ കടായിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുഴുവനായും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ ഒരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഈ എണ്ണ ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കടായിക്ക് ടേസ്റ്റ് കിട്ടുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉള്ളി ഇടുക. 3 വല്ലുള്ളി കട്ട് ചെയ്തതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വഴന്ന് വരുവോളം അടച്ചു കൊടുക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ ചേർത്തതാണ്, അതുകൊണ്ട് കൂടുതൽ ചേർക്കണ്ട, കുറച്ച് മാത്രം മതി. ഇനി ഇത് നല്ല പോലെ വാടി വരട്ടി അതോടൊന്ന് അടച്ചു വെക്കാം. ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വാടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് മുളകും പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്, 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കടായി മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, 1 സ്പൂണും പിന്നെ കുറച്ച് വലിയ ജീരകപ്പൊടി, കുറച്ച് കുരുമുളകും പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ പൊരിച്ചപ്പോഴൊക്കെ ചേർത്തതാണ്, ഉള്ളി വഴറ്റിയപ്പം ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഗ്യാസ് സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അടി പിടിക്കും ചെയ്യും, കരിഞ്ഞു പോവുകയും ചെയ്യും. നല്ല പോലെ ഉപ്പുമുളകും മഞ്ഞളൊക്കെ ഇതിൽ പിടിച്ച് വരട്ടെ, അതുകൊണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉപ്പും മുളകും മഞ്ഞളൊക്കെ നമ്മുടെ മസാലയിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു. ഇനി അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വലിയ ജീരകപ്പൊടി ഇടുക, കുറച്ച് നേരത്തെ ഇട്ടതാണ്, കുറച്ച് കുരുമുളകും പൊടി, കുറച്ച് കടായി മസാല ഇട്ട് കൊടുക്കുക, മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക, കുറച്ച് ഇളം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക.
നന്നായി ഇളക്കി കൊടുക്കുക. ഈ മസാല ചിക്കനിൽ പിടിച്ച് വരട്ടെ. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചതല്ലേ, അപ്പോൾ ചിക്കനിൽ നമ്മളിട്ട മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ചിക്കൻ കടായി ഒരു 10 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വാട്ടി വെച്ച ക്യാപ്സിക്കം, വല്ലുള്ളിയും റെഡ് ചില്ലിയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി റെഡി ആയി വരട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി ചിക്കൻ കടായി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ നെയ്ച്ചോർക്കൊക്കെ പറ്റണേ നല്ല ടേസ്റ്റി ചിക്കൻ കടായി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.